നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ പല ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ പല തവണയായി സംഘർഷം ഇതാ അവസാനിക്കാൻ പോകുന്നു, കരാർ ഇതാ വരാൻ പോകുന്നു, ഒപ്പിടാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളും അവകാശവാദങ്ങളും നമ്മൾ കേട്ടതാണ്. പക്ഷേ സമയത്തോടടുക്കുമ്പോൾ അല്ലെങ്കിൽ കരാറിനോടടുക്കുമ്പോൾ ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക പിണങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല. സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്താൻ അമേരിക്കയ്ക്കും ഇറാനും സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായി അമേരിക്കയും ഇറാനും സമവായത്തിൻ്റെ പാതയിലേക്ക് വരാൻ പോകുന്നുവെന്ന തോന്നൽ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചുവെന്നും സമാധാന ഉടമ്പടി യൂറോപ്പിൽ ഉടൻ തന്നെ ഒപ്പുവെക്കുമെന്നും പറഞ്ഞത്. അത് പതിവ് പോലെ ആരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഇറാൻ്റെ പ്രസ്താവനയും വന്നിരുന്നു. ഇറാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. അതായത് സമാധാന ഉടമ്പടിയിലേക്കൊന്നും ആരും ഇവിടെ വന്നിട്ടില്ല, സമാധാന ചർച്ചകൾക്കൊന്നും അന്തിമ രൂപമായിട്ടില്ല, മാത്രമല്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറയുകയുമായിരുന്നു. അതോടുകൂടി ഈ സമാധാന ചർച്ചകൾ വിജയിച്ചുവെന്ന ട്രംപിൻ്റെ പ്രസ്താവന ആരും വിശ്വസിക്കാതെയായി. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറാൻ്റെ പ്രസ്താവന വന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയിൽ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. യൂറോപ്പിൽ തന്നെയാണ് സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കും. അതോടുകൂടി ഈ ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി പശ്ചിമേഷ്യയിൽ നടന്നു വരുന്ന സംഘർഷം താൽക്കാലികമായിട്ടാണെങ്കിലും അവസാനിക്കും എന്ന് ഇറാനും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ സമാധാന ഉടമ്പടി അന്തിമഘട്ടമാകുന്നത് വരെ സമാധാന ഉടമ്പടിയിലെ ഉള്ളടക്കങ്ങൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കരുത് എന്നൊരു അഭ്യർത്ഥനയും അബ്ബാസ് അരാക്ചി പറയുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുമ്പോഴും അബ്ബാസ് അരാക്ചി ഇതൊക്കെയാണ് സമാധാന ഉടമ്പടിയിലെ കാര്യങ്ങളെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് ആദ്യഘട്ടത്തിൽ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഒപ്പിടാൻ പോകുന്ന സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും ഇറാൻ്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടു നൽകുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഈ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടമായി പുറത്തേക്ക് വരുന്നത്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപിക്കും. അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം തീർക്കുകയാണ്. ആ ഉപരോധം ഇറാൻ്റെ തുറമുഖങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉപരോധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ എണ്ണ കയറ്റുമതി അത് ദോഷകരമായി ബാധിച്ചിരുന്നു. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ച ഉപരോധമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടുവന്നിരുന്നത്. ആ ഉപരോധമായിരിക്കും ആദ്യഘട്ടമായി തന്നെ അമേരിക്ക അവസാനിപ്പിക്കുക. അതിനുശേഷം ഈ മരവിപ്പിച്ച ആസ്തികൾ, യുദ്ധത്തിന് ശേഷം ഒട്ടനവധി ഉപരോധങ്ങൾ അമേരിക്ക അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇറാനുമേൽ ചുമത്തിയിരുന്നു. ആ ഉപരോധങ്ങൾ കാരണം ഒട്ടനവധി സ്വത്തുക്കൾ, ഇറാൻ്റെ സ്വത്തുവകകൾ മരവിപ്പിച്ചിരുന്നു. വിവിധ രാജ്യങ്ങൾ മരവിപ്പിച്ച സ്വത്തുവകകളെല്ലാം ഇറാന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും ആദ്യഘട്ടത്തിൽ എന്നാണ് അബ്ബാസ് അരാക്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലായിരിക്കും ആണവ ചർച്ചകൾ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. അതായത് ഇറാൻ ആണവായുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പക്കലുള്ള യുറേനിയം ഏതാണ്ട് 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വിവരം. 90% യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഇറാന് ആണവായുധങ്ങൾ കൈവശം വരും. ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടായാൽ ഇറാൻ ആദ്യം അത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കും. അതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭയം. ഇങ്ങനെ ഒരു ഭീഷണി നേരത്തെ ഇറാനും പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇറാനിൽ വലിയ കനത്ത ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ആണവായുധങ്ങളിൽ ഒരു നിയന്ത്രണമില്ലാതെ അവസാനിപ്പിച്ചു പോയാൽ ഇറാൻ പ്രതികാരം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് അമേരിക്ക വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ
ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അമേരിക്ക ഉപാധി വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റണം എന്നും അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ചർച്ച ഇതുവരെയും നടന്നിട്ടില്ല. അത് ഈ വെടിനിർത്തൽ സമാധാന ഉടമ്പടി ഒപ്പിട്ട് അടുത്ത ഘട്ടത്തിൽ ഈ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ്. 60 ദിവസങ്ങൾക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് അമേരിക്കയും ഇറാനും ഇപ്പോൾ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ താൽക്കാലിക യുദ്ധവിരാമമാക്കി മാറ്റിയാൽ ഉടൻ തന്നെ ആണവായുധങ്ങളിന്മേൽ ചർച്ച ഇരു രാജ്യങ്ങളും ആരംഭിക്കും. ഒരു കാരണവശാലും ആണവായുധ നിർമ്മാണത്തിനുള്ള അവകാശം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ ആണവായുധത്തിൽ മൊറട്ടോറിയം ഏർപ്പെടുത്തുക, ആണവായുധ പ്രയോഗം അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന് ഉറപ്പ് നേടുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചർച്ചകൾ നയിച്ചേക്കുമെന്നാണ് സൂചന. രണ്ടാമത്തെ കാര്യമെന്നത് ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചാണ്. ഇറാന് സമഗ്രമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുകയും അവ നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളോട് അമേരിക്കയ്ക്ക് എതിർപ്പുണ്ട്. പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഈ പറയുന്ന സമാധാന ഉടമ്പടിയുടെ ഭാഗമാക്കിയിട്ടില്ല എന്നാണ് അബ്ബാസ് അരാക്ചി വെളിപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിലായി ഹോർമൂസിൻ്റെ കാര്യത്തിലും അബ്ബാസ് അരാക്ചി ഒരു തീരുമാനം പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ തുറന്നുകൊണ്ട് കപ്പൽ ഗതാഗതം സുഗമമാക്കുമെങ്കിലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ നിയന്ത്രണം തുടരും, സമാധാന ഉടമ്പടി വന്നാലും തുടരും എന്നാണ് ഇപ്പോൾ അബ്ബാസ് അരാക്ചി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ പാതയാണെന്നും ഇറാൻ്റെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ നിയന്ത്രണങ്ങളില്ലാതെ അതുവഴി കപ്പൽ ഗതാഗതം സാധ്യമാകേണ്ടതാണെന്നും അവിടെ കപ്പലുകളെ തടഞ്ഞു വെച്ച് കപ്പം പിരിക്കുന്ന സമ്പ്രദായം അനുവദിക്കാനാകില്ല എന്നുമാണ് അമേരിക്ക പറയുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് സൂചന. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ഉടമ്പടിയിൽ ഒപ്പിടുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും ഒരുപോലെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. തൊട്ടു പിന്നാലെ അബ്ബാസ് അരാക്ചിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ഒരു സമാധാന കരാറിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു. അതേ അബ്ബാസ് അരാക്ചിയുടെ സന്ദേശം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് റീട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ രണ്ട് രാജ്യങ്ങളും വിശ്വാസത്തോടു കൂടി തന്നെ സമാധാനത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച സംഘർഷം, പശ്ചിമേഷ്യൻ സംഘർഷം ഇതോടെ അവസാനിക്കുമെന്ന ഒരു നല്ല സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത് അബ്ബാസ് അരാക്ചിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപും നടത്തിയ പ്രസ്താവനകൾ, അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കാര്യങ്ങൾ, അതെല്ലാം ഇതാദ്യമായി ഒരേപോലെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഒഴിയുന്നു എന്ന ഒരു ശുഭ വാർത്ത എല്ലാ രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പ്രതിസന്ധി ഇറാനെ അതുപോലെ തന്നെ അമേരിക്കയെ മാത്രം ബാധിക്കുന്നതല്ല. ലോക എണ്ണയുടെ ഏതാണ്ട് 1/5 ഹോർമൂസ് കടലിടുക്കിൽ നിന്നാണ് വരുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് അത് വളരെയധികം പ്രധാനമാണ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിരവധി രാജ്യങ്ങളാണ്, ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളാണ് ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ പെട്ടുപോയത് ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി ഉടലെടുത്തതോടെ. എന്നാൽ ആ ഊർജ്ജ പ്രതിസന്ധിയെല്ലാം ഉടൻ മാറുമെന്നും ഇറാൻ്റെ ഉപരോധങ്ങൾ നീങ്ങുന്നതോടുകൂടി ഇറാൻ്റെ ഓയിൽ കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എണ്ണയുടെ അന്താരാഷ്ട്ര വിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനെ കണ്ണുവെട്ടിച്ച് ഏതാണ്ട് 200 എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയതായി അമേരിക്ക വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് എണ്ണ വില ബാരലിന് $200 കടക്കാതെ $100 താഴെ നിൽക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. ഇറാൻ്റെ എണ്ണ കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിലേക്ക് എത്താൻ പോകുന്നു. അടുത്ത 60 ദിവസത്തേക്ക് ഇറാൻ്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കാൻ പോകുന്നു. അങ്ങനെയാണ് എങ്കിൽ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ എണ്ണവില കുറയാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് താൽക്കാലികമായ ഒരു വിരാമം ഇതോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലുമാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.